സ്ക്രീനിൽ കാണുന്ന ചേച്ചി ഉണ്ടല്ലോ, ഈ ചേച്ചി ഒരിക്കൽ നമ്മുടെ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. ജസ്ന സലീം എല്ലാവർക്കും അറിയാം. കണ്ണന്റെ രാധ, കണ്ണന്റെ പടം വരച്ച് ഗുരുവായൂരിൽ നിന്ന് പ്രശസ്തി നേടിയ ഒരു ഗുരുവായൂർ ഭക്തയാണ്. ഒരു മുസ്ലിം മതത്തിൽ നിന്നുമുള്ള ആളാണ്. എന്നാൽ പല വിവാദങ്ങളിലും പെട്ട് കഴിഞ്ഞ കുറെ നാളുകളായി ഇവർക്കെതിരെയുള്ള പല വീഡിയോയും ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. കാര്യം എന്താ വെച്ചാൽ ഒരു മത സ്പർദ്ധ വളർത്തുന്ന കാര്യങ്ങളിലേക്ക് ഒരു കാര്യങ്ങളും നമ്മൾ മനഃപൂർവ്വം ചെയ്യേണ്ട എന്നുള്ള ഒരു തീരുമാനം ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യില്ല. ഒരു സ്ത്രീക്ക് തന്നെ പാരയാകുക അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുക, അതും ഒരു കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിയെ. സ്മൃതി എന്ന പത്തനംതിട്ടക്കാരി ഒരു വ്ളോഗറെ, അവരുടെ എന്താ പറയണ്ടേ, ഇത്രയും സഭ്യമല്ലാത്ത കാര്യങ്ങൾ സമൂഹത്തിൽ പടർപ്പ് അതങ്ങോട്ട് അവരുടെ ജീവിതം തകർക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം പറഞ്ഞു. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്കെതിരെയുള്ള വ്ളോഗ് ചെയ്തു സ്മൃതി, അതാണ് കാരണം. ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, എനിക്ക് മൈഗ്രെയിൻ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ ചേച്ചീനെ ഞാൻ കണ്ടപാടക്ക് ഈ ചേച്ചീനെ ഞാൻ തിരിച്ചറിഞ്ഞു. ഈ ചേച്ചിയുടെ പേര് പറയുന്നില്ല, താഴെ പടം വെച്ചിട്ടുണ്ട്. ഇതാണ് സ്മൃതി എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. അത്യാവശ്യം വ്ളോഗൊക്കെ ചെയ്ത് ഡെയിലി ചെയ്യുന്ന ഒരാളാണ്. ഇവർക്കെതിരെയുള്ള ഗുരുവായൂരപ്പന്റെ പടം വെച്ച് ഇവര് കാശാക്കുന്നു, അല്ലെങ്കിൽ സ്വന്തം മതത്തെ തള്ളിപ്പറയുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. ഗുരുവായൂരിൽ പല പ്രശ്നങ്ങൾ നമുക്കറിയാം. നരേന്ദ്രമോദിക്ക് സഹിതം ഗുരുവായൂരപ്പന്റെ കണ്ണന്റെ പടം വരച്ചു കൊടുത്തു. സുരേഷ് ഗോപിയൊക്കെ വളരെ സപ്പോർട്ട് ചെയ്താണ്. ഇവര് പടം വിറ്റാണ്, കണ്ണന്റെ പടം വിറ്റാണ്, 250 പടം വിറ്റാണ് വീട് വെച്ചത് എന്നൊക്കെ പറയുന്നു. അത് നിരസിക്കുന്നുണ്ട്. പല വിവാദങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് അതൊന്നും ഒരു വിഷയമല്ല. അത് അവരുടെ ബിസിനസ്. ഗുരുവായൂർ 1000 രൂപയ്ക്ക് 250 രൂപയ്ക്കും പടം കിട്ടുമ്പോൾ 10,000-ന് വാങ്ങിക്കാൻ പൈസ ഉള്ളവരെ അല്ലെങ്കിൽ ഇവരെ സഹായിക്കാനായിരിക്കും ചെയ്യുന്നത്. അതൊക്കെ നല്ല കാര്യങ്ങൾ. പക്ഷെ ഒരു പെണ്ണിന്റെ എന്താ എന്ന് പറയണ്ടേ, ഈ ചേച്ചി ഒരു യൂട്യൂബറാണ്. അവിടെ വന്നത് എന്തായാലും ശരി, അവിടെ വന്നത് ഈ സ്മൃതി അബോർഷന് വേണ്ടിയിട്ടാണ്. നമുക്കിതൊന്നും സമൂഹത്തിൽ പറയുന്നതിന് നമ്മൾ ഇതൊക്കെ റീയൂസ് ചെയ്തതിന് തെറ്റായിരിക്കും ഒരു പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് സമൂഹം അറിയണം. ഒരു സ്ത്രീക്കെതിരെ ഇങ്ങനെ ഒരു ഗുരുവായൂരപ്പന്റെ ഭക്തയാണെങ്കിൽ അവര് പറയുന്നുണ്ട് ഗുരുവായൂരപ്പനാണെല്ലാം എന്നൊക്കെ പറയുന്നുണ്ട്. അതിലെ ഏത് മതത്തിന്റെ വിശ്വസിക്കുന്നവരാണെങ്കിലും ഇവത്തെ ഏത് മതവും ആയിക്കോട്ടെ, ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ, അവരിലെ വിശ്വാസമുള്ള ഒരു ഭക്തർക്ക് ഏത് മതത്തിന്റെ ആയാലും ഇങ്ങനെയൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ല. അവര് മതത്തിൽ നിന്നും വിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പൊ അത് ഒരു നല്ല കാര്യം. പക്ഷെ അവര് പറയുന്ന ആഭാസത്തരങ്ങൾ മുസ്ലിം മതത്തിൽ നിന്നും അവർക്ക് ഒത്തിരി വിരോധം സമ്പാദിക്കുന്നുണ്ട്. ഇപ്പോൾ ഗുരുവായൂരെ പ്രശ്നങ്ങളിലൂടെ ഹിന്ദുക്കളും അവർക്കെതിരെ തിരിയുന്നുണ്ട്. എന്തിനാ അവിടെയും ഇവിടെയും ഇല്ലാതെ ഇവരുടെ വലിയ അതിന്റെ അപ്പുറവും ഇപ്പുറവും ഞാനൊന്നും ഇവിടെ കാണിക്കുന്നില്ല. കുറെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളെല്ലാം എനിക്കെതിരെ ആയുധമായിട്ട് വരണം. അധ്യക്ഷന്മാർ മതത്തിലുള്ളവരെ കൊണ്ട് ഈ ആശംസ പറയുകയാണെങ്കിൽ ഒരു ആശംസ പറഞ്ഞു പോയാൽ മതി. അവരെ കൊണ്ട് നെഗറ്റീവ് കമന്റ് പറയിപ്പിച്ച് പോപ്പുലർ ആകാൻ ശ്രമിക്കുന്ന ഒരു ജസ്ന സലീമിനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ്, എല്ലാവരും എൻ്റെ കൂടെ നിൽക്കേണ്ട ഒരു വിഷയമാണ്. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഈ സമൂഹത്ത് എന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ ടോട്ടലി എന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം നടന്നു. അപ്പൊ എല്ലാവർക്കും ജസ്ന സലീം എന്ന് പറയുന്ന യുവതിയെ അറിയാമായിരിക്കും, ഉറപ്പായിട്ടും പരിചയമുണ്ടാകും. എൻ്റെ ചാനലിൽ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ തന്നെ പരിചയമുണ്ടാകും. ഈ സ്മൃതി ഇപ്പം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയുള്ള പല വീഡിയോയും ഈ ജസ്നയുടെ വ്യക്തിപരമായ ഒരു കാര്യവും അവരുടെ കാര്യവും അവരുടെ കുട്ടികളുടെ ഭർത്താവ് ജസ്നയുടെ ചെയ്തികൾക്കെതിരെ, ജസ്നയുടെ പ്രവൃത്തികൾക്കെതിരെ ഉള്ള ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന ചില കാര്യങ്ങളാണ് സ്മൃതി പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആ വീഡിയോസ് ഒക്കെ ഒരു കാര്യവും അവർക്കൊരു വ്യക്തിഹത്യ സ്മൃതി ചെയ്തിട്ടില്ല. പക്ഷെ ആ കുട്ടിയെക്കുറിച്ച് പത്തനംതിട്ടയിൽ നിന്ന് കൊയിലാണ്ടി പോയി ഹോസ്പിറ്റലിലെ ഇങ്ങനൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ പറഞ്ഞാൽ ഇതൊരു കല്യാണം കഴിക്കാത്ത കുട്ടിയാണ്. ആ കുട്ടിയുടെ ഭാവിയെ ബാധിക്കത്തില്ലേ? ഇതൊരിക്കലും ബാധിക്കത്തില്ല. ഇത് സമൂഹം ഇത് ഏറെക്കുറെ ഇപ്പം മനസ്സിലാക്കി കഴിഞ്ഞു, ഇതിനകത്ത് ആരാ തെറ്റുകാരെന്നുള്ളത്.
അതിന് നല്ലൊരു ഭാവി ഉണ്ടാകും. ഇത് അത് ഈ നെഗറ്റീവ് ഉണ്ടാക്കാൻ വന്നത് സ്മൃതിക്ക് പോസിറ്റീവായി മാറും, അത് തർക്കമില്ല. ഇപ്പൊ ജസ്ന സലീം എന്ന് പറയുന്ന യുവതി സമൂഹത്ത് കാട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങൾ അത് തെറ്റായിട്ട് തന്നെയാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത്. അതായത് മതത്തെ കൂട്ടുപിടിച്ച് മതത്തിന്റെ പേര് പറഞ്ഞ് മതവിശ്വാസികളെ പറ്റിക്കുന്നതായിട്ട് തന്നെയാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത്. ഇതൊക്കെ മതവുമായുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാറില്ല. ഇപ്പൊ ഇവര് തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾ ഈ ഒരു രീതിയിൽ വന്നതുകൊണ്ട് മാത്രമാണ്. പല കാര്യങ്ങളും ഈ കുട്ടി ജസ്നയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്, നമ്മൾ എന്താണോ ഫേസ് കൊടുക്കുന്നത് അവർ അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ യേശുവിന് നമ്മൾ വേറൊരു ഫേസ് കൊടുത്താൽ അവർ അംഗീകരിക്കൂല. ട്രൈ ചെയ്ത് നോക്കായിരുന്നു. എന്നുവെച്ചാൽ ആ ആങ്കർ ചോദിച്ചത് കൃഷ്ണന്റെ പടം മാത്രമേ, കണ്ണന്റെ പടം മാത്രമേ വരയ്ക്കുകയുള്ളൂ, യേശുവിന്റെ വരയ്ക്കില്ലേ, അല്ലെങ്കിൽ അങ്ങനെ മറ്റു ദൈവങ്ങളുടെ വരയ്ക്കില്ല വെച്ചപ്പം പറഞ്ഞ മറുപടിയാണ്. എന്ന് വെച്ചാൽ അവരുടെ ഒരു ട്രാക്ക് ഇപ്പൊ കണ്ണന്റെ പടം വരച്ചൊരു ഇതാണ്. ഇതിനകത്തുള്ള എത്രത്തോളം ആദ്യമൊക്കെ നമ്മൾ എല്ലാവരും അംഗീകരിച്ചിരുന്നു, അതൊരു കണ്ണന്റെ ഭക്തി എന്നുള്ള രീതിയിൽ. ഇപ്പൊ അവിടെ ഗുരുവായൂർ കാട്ടിക്കൂട്ടിയ പല സംഭവങ്ങളും അവർക്കെതിരാണ്. എന്തായാലും ശരി, അത് വേറൊരു തലത്തിൽ നീങ്ങട്ടെ. ഇപ്പോൾ ഈ കുട്ടി സ്മൃതി പറഞ്ഞേക്കുന്നത് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് പൊതു വീഡിയോ മാപ്പ് പറയുന്ന ഇട്ട് കഴിഞ്ഞാൽ മറ്റു നടപടികളിൽ നിന്നൊക്കെ ഒഴിവാക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനുള്ള മറുപടി ഒന്ന് കേട്ടെ. തൊട്ട് എന്നെ കോൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായി. ഞാൻ കോൾ റെക്കോർഡ് സഹിതം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ആ കുട്ടി പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ചെയ്ത വീഡിയോ റിമൂവ് ചെയ്യുകയും കൂടെ ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞൊരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യണം. നിങ്ങൾ ചെയ്ത തെറ്റിന് അത്രയും ആ കുട്ടി പറയുന്നുള്ളൂ. ഇത് കേസ് പോയി കഴിഞ്ഞാൽ അഴി എന്നുള്ളത് തർക്കവും ഇല്ലാത്ത കാര്യമാണ്. കാര്യം ഇതിന് കൃത്യമായ എവിഡൻസ് ഉണ്ട്. നിങ്ങൾ ആ വീഡിയോ പേര് മനഃപൂർവ്വം പറഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ആ കുട്ടിയുടെ പടം കാണിച്ചിട്ടുണ്ട്. അത് മോർഫ് ചെയ്ത പടമൊന്നുമല്ല, ആ കുട്ടിയുടെ പടം തന്നെയാണ്, ഒറിജിനൽ പടം തന്നെയാണ്. അപ്പൊ ഈ കണ്ടന്റ് ഇത് അവർക്ക് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ വകുപ്പുകൾ പലതായിരിക്കും. പുതിയ BNS വകുപ്പുകളൊക്കെ അറിയാമല്ലോ, അഴിയെണ്ണും. അത്രേ പറയാനുള്ളൂ. ഇല്ലെങ്കിൽ വർഗീയവാദിയാക്കിയിട്ട് എന്നെ മുദ്ര കുത്താൻ ശ്രമിക്കും എന്ന് വെച്ചാൽ ഇത് അവര് പറഞ്ഞിട്ടുണ്ട്, സ്മൃതി പറഞ്ഞിട്ടുള്ള തെറ്റാ. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നില്ല ആ കുട്ടി അങ്ങനെ പറയുന്നു. എന്നുവെച്ചാൽ ഒരു കാര്യം പറഞ്ഞാൽ തിരിച്ച് അതിനെ വേറൊരു രീതിയിലേക്ക് കോൺട്രവേഴ്സി ഉണ്ടാക്കുവാൻ, എന്നുവെച്ചാൽ കുറച്ചു പേരുടെയെങ്കിലും മമത പിടിച്ചു പറ്റുവാനാണ് ഈ ഡയലോഗ് ഇടുന്നത്. ആ കുട്ടി ഒരു ഹിന്ദുവാണ്, ഹിന്ദു ആയതുകൊണ്ടാണ് ആ കുട്ടീനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് എന്ന് വരുത്തി തീർക്കാൻ ആ കുട്ടി ശ്രമിക്കുന്നു. നീ ചെയ്തോ. ഇത് തന്നെയാണ് ജസ്നയുടെ വീഡിയോയിൽ മുസ്ലിം മതത്തെക്കുറിച്ചും പെരുന്നാൾ ആശംസ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പല ആശയങ്ങളും ഒക്കെ പറഞ്ഞിട്ട് മതത്തിലുള്ളവരെ പ്രകോപനം ഉണ്ടാക്കി, അതായത് ഫേമസ് ആകാൻ വേണ്ടി. അപ്പം അവര് വന്നിട്ട് ഇതിനെതിരെ പറയുമ്പോൾ അങ്ങ് ഫേമസ് ആവും. അതിനു വേണ്ടിയിട്ടുള്ള ചില കളികളാണ് ഇപ്പോൾ കളിക്കുന്നത് തന്നെ. പക്ഷെ ഈ കളി ആകാതിരുന്ന മതി. വോയിസ് ഡീറ്റെയിൽ സഹിതം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞു നീ ചെയ്തോ, നോ പ്രോബ്ലം. ആ കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കോ ആ കുട്ടിക്കോ ആ കുട്ടിയുടെ വീട്ടുകാർക്കും നല്ല അസലായിട്ട് അറിയാം. പോയി എന്ത് പറയാനായി, ഇതുപോലുള്ള തെണ്ടിത്തരങ്ങൾ പറഞ്ഞ് സ്ത്രീകൾക്ക് തന്നെ അപമാനമായി തീരുന്ന ഒരു കാലമാണ്. എന്തായാലും ശരി, ഇതിനൊരു പര്യവസാനം രമ്യതയിൽ കൂടി ഉണ്ടാകട്ടെ. എന്തായാലും ജസ്ന സലിം എന്ന ഈ ഒരു സ്ത്രീയുടെ കാര്യം ഇന്ന് സമൂഹത്തിൽ പലരും പല രീതിയിലാണ് കാണുന്നത്. ചിലർ വിമർശിക്കുന്നു, ചിലർ സപ്പോർട്ട് ചെയ്യുന്നു, മതത്തിലുള്ളവരെ തമ്മിൽ തല്ലിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നടക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ കുറിച്ച് കേവലം 10-22 വയസ്സ് ഒക്കെ കാണത്തുള്ളൂ ആ കുട്ടിക്ക്, കല്യാണം കഴിയാത്ത ഒരു പെൺകുട്ടിയെ കുറിച്ച് പറയുന്നത് ഒരു സ്ത്രീത്വത്തിന് ചേർന്നതല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.